Hello guys, welcome to our channel. Home Life by Malu Sambus. ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു ഹോം ഇൻ ലൈഫ് ബൈ മാളു സംബൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. എൻ്റെ ശ്വാസം പോകുന്നു ഗെയ്സ്. അപ്പോൾ ഉത്സവ സീരീസാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ വിസിറ്റേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് ഇതാ അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്, ബാക്കിയുള്ളവർ ഇതാ അവിടെ ചോറ് കഴിക്കുകയാണ് ഗെയ്സ്. അപ്പോൾ ഇപ്പം കുഞ്ഞമ്മയും പിന്നെ ചാരുവും ചക്കരയും വിച്ചുവും ഒക്കെയാണ്. അപ്പോൾ കൊച്ചൻ വന്നിട്ടുണ്ടായിരുന്നില്ല. കൊച്ചൻ കുറേ കഴിഞ്ഞ് ഇതാ ആഗമനായിട്ടുണ്ട് ഗെയ്സ്. അപ്പോൾ ഇതാ ചാരുവും ചക്കരയും അവരെല്ലാവരും ചോറൊക്കെ കഴിച്ചിട്ട് കൊച്ചന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ കൊച്ചനും ചോറൊക്കെ കഴിച്ചിട്ട് അവർ ഘോഷയാത്ര കാണാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ. അപ്പോൾ ഞങ്ങളും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. അവർ ടാറ്റ ബൈ ബൈ ഓക്കെ സി ഒക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ഗെയ്സ്. അപ്പോൾ എല്ലാ വർഷവും നമ്മളിവിടെ പണ്ട് തൊട്ടേ വരുന്ന അമ്പലമാണ് കേട്ടോ നമ്മൾ. അപ്പോൾ അന്ന് ആതിരയെ കല്യാണം കഴിച്ചുകൊണ്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നമ്മളെ കുടുംബക്ഷേത്രം, നമ്മുടെ അച്ചാമ്മയുടെയൊക്കെ ഒരു ക്ഷേത്രമാണിത്. അങ്ങനെ ഞങ്ങളിവിടെ സ്ഥിരം പണ്ട് മുതലേ നമ്മൾ കൊച്ചിലേ മുതലേ വരാറുണ്ട്. അങ്ങനെ ഇപ്പോൾ ആതിര ഇവിടെ കൊണ്ട് വന്നതിന് ശേഷം പിന്നെ ഇവിടെയാണ് ഉത്സവം. ഞങ്ങൾ തലേ ദിവസം ഇങ്ങനെ വരാറൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാ ഞങ്ങളും ഒരുങ്ങി റെഡിയായി ഗെയ്സ്. ഞങ്ങളും പോകാനായിട്ടൊക്കെ ഉള്ള തയ്യാറെടുപ്പിലാണ്. കാരണം ഘോഷയാത്ര ഒരുപാട് നല്ല വലിയ ഘോഷയാത്രയായിരുന്നു. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും ഭയങ്കര തിരക്കാണ്. അപ്പം നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സ്ഥലം പിടിക്കണമല്ലോ. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പെട്ടെന്ന് പോകാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് അവിടുത്തെ അലങ്കാരങ്ങളും ഘോഷയാത്രയും കാര്യങ്ങളും അവിടുത്തെ സെറ്റപ്പും ഒക്കെ ആയിരുന്നു. ഫുൾ വൈബായിരുന്നു ഗെയ്സ്. അങ്ങനെ ഞങ്ങളിതാ പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. അപ്പം റോഡ് ഫുള്ള് തിരക്കായിരുന്നു. നിങ്ങൾക്ക് കണ്ടാലറിയാം, റോഡ് ഫുള്ളന്ന് വലിയ രീതിയിൽ തിരക്കായിരുന്നു. അങ്ങനെ എല്ലാവിധ കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ പോകുന്ന വഴിക്ക് ഗാനമേള ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇപ്രാവശ്യം ഗാനമേള ഒരു ഒരു ഇതിനകത്തായിരുന്നു കേട്ടോ. ഒരു ഫ്ലോട്ട് പോലെ തിരിച്ച് അങ്ങനെയുള്ള അതിനകത്തായിരുന്നു, മറ്റേത് റോഡിലായിരുന്നു കേട്ടോ. അപ്പോൾ ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ അവിടെ ആയതുകൊണ്ട് കുറേ അധികം പേര് അതിനകത്തായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാലും റോഡിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ മന്ദം പോവുകയാണ്. കേശൂട്ടൻ്റെ ഡേ ആയിരുന്നു ഗെയ്സ് ഇന്ന്. ഇപ്പോൾ കേശൂട്ടിന് ഫുള്ള് കളിപ്പാട്ടം എല്ലാവരും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കളിപ്പാട്ടക്കടയിൽ ഒരു 2-3 മണിക്കൂർ നീണ്ടു നിന്ന ഒരു തിരച്ചിലായിരുന്നു. ലാസ്റ്റ് അവ ഒരെണ്ണം എടുക്കുന്നത്. അങ്ങനെ ഇതാ അവന് കളിപ്പാട്ടം ഞാൻ വല്യമ്മ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇതാ അവൻ്റെ അച്ഛൻ കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേശൂട്ടിൻ്റെ കൈ നിറയെ കളിപ്പാട്ടമായിട്ടാണ് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അച്ഛൻ വീഡിയോ കോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ ഇതാ ഫുള്ള് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇത് എത്രാമത്തെ കളിപ്പാട്ടമാണ് കേശു വാങ്ങിക്കണമെന്ന് എനിക്കറിയത്തില്ല ഗെയ്സ്. അങ്ങനെ പിന്നെ പോകുന്ന വഴിക്ക് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ പപ്പൂസ് ഫായിയെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവൻ്റെ കൂടെ കിന്നരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം നമ്മളെ ഏരിയയിലുള്ള എല്ലാവരും ഇവിടെ വരും കേട്ടോ ഈ ദിവസം. ഇവിടെ ഉത്സവം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ബന്ധുക്കളൊക്കെ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മിക്കുള്ളവരും വീട്ടിലും ഉത്സവം ആഘോഷിക്കുന്ന ഒരു ദിവസമാണിന്ന്. ഇപ്പോൾ കേശുവിന് അടുത്ത കളിപ്പാട്ടം കിട്ടി, ലിറ്റിൽ കൃഷ്ണയെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു മാമി അവന് ബലൂൺ, ഈ ബലൂൺ ഉണ്ടല്ലോ, ഇത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കൊണ്ട് എങ്ങനെ തിരിച്ചു പോകുമെന്ന് അറിയാതെ പലരുടെയും കയ്യിൽ കേശുവിൻ്റെ കളിപ്പാട്ടം ഉണ്ടായിരുന്നു ഗെയ്സ്. അങ്ങനെ ഘോഷയാത്രയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ഘോഷയാത്ര ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെടുന്നത് ആ പയ്യന്മാരെ കണ്ടു തുടങ്ങി നമ്മളവിടുത്തെ. അപ്പോൾ ഇത് എല്ലാണോ ടാറ്റ പൈയൊക്കെ പറഞ്ഞ് പോകാനൊക്കെ ഉള്ള തിരക്കിലാണ്. അവന്മാർ എന്നെ കളിയാക്കുകയും കൂടെ ചെയ്യണം, ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് സമയം കുറച്ച് സമയം അവന്മാരോട് സംസാരിച്ചിട്ട് അവന്മാരങ്ങ് പോയി. ഞങ്ങളിതാ ഘോഷയാത്ര കാണാൻ വേണ്ടിയിട്ട് വീണ്ടും അവിടെ റോഡരികിൽ തന്നെ നിൽക്കുകയാണ് ഗെയ്സ്. അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോഴാണ് ഘോഷയാത്ര വന്നു തുടങ്ങി. അമ്മയും ഗുഡൊക്കെ അടിച്ചിട്ട് എന്തൊക്കെയോ അവിടെ എഴുതുന്നുണ്ടോ അവർ പറയുകയാണ് കേട്ടോ. അതിനാണ് ഞങ്ങൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കമ്പത്തിൻ്റെ കാഴ്ചകളാണ്. ഇവിടെ വെടിക്കെട്ടിൻ്റെ കാഴ്ചകളാണ്. അങ്ങനെ അതൊക്കെ കുറച്ച് വീഡിയോ എടുത്തതിന് ശേഷം കുറച്ച് നമ്മൾ ഒതുങ്ങി ഒന്ന് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. താലപ്പൊലിയൊക്കെ വന്ന് തുടങ്ങി. അങ്ങനെ താലപ്പൊലി കുറച്ചധികം താലപ്പൊലി ഉണ്ടായിരുന്നു കേട്ടോ. അത് പോകുന്നത് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഒരുങ്ങി ചമഞ്ഞിങ്ങനെ പോകുന്നത് കാണാനും നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ ഫസ്റ്റ് ഈ ഘോഷയാത്രയുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് താലപ്പൊലി. അപ്പോൾ തന്നെ നമ്മൾ അശ്വതിയെ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ അപ്പച്ചിൻ്റെ മക്കളാണ്. അപ്പം അവർക്കും ഒരു ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവരെയും പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ഗെയ്സ്. അങ്ങനെ മന്ദം അങ്ങ് പോയി. അങ്ങനെ ഘോഷയാത്രയുടെ ഫസ്റ്റ് ഇതാണ് താലപ്പൊലി എന്ന് പറയുന്നത്. അങ്ങനെ താലപ്പൊലി പോയതിന് ശേഷം പിന്നെ വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അവിടുത്തെ ദൈവത്തിൻ്റെ ഒരു എഴുന്നള്ളത്താന്നാണ് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരു വണ്ടിയിലിങ്ങനെ അലങ്കരിച്ച് അതിൻ്റെ ഫ്രണ്ടിലിങ്ങനെ പൂവിട്ട് ആണ് പോകുന്നത്. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ചിലപ്പോൾ പൈസയൊക്കെ ഇടും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതൊരു എഴുന്നള്ളത്ത് പോലെയാണ്.
അങ്ങനെ ആ വണ്ടി അലങ്കരിച്ച് കൊണ്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. പിന്നെ അതിന് ശേഷം അവിടെ എല്ലാ പ്രാവശ്യവും ഉണ്ട് ഈ വായന പോലെ ഒരു കച്ചേരി പോലെ ഇങ്ങനെ ചെണ്ടയും അങ്ങനെ ഇതൊക്കെ വെച്ച് വായിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെതുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ എനിക്കറിയത്തില്ല. അതിനുശേഷം ഇതാ തെയ്യവും അങ്ങനെയുള്ള ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി തെയ്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനതാ ഇവിടെ കുറച്ച് സമയം ഇങ്ങനെ അവിടെ അടുത്ത് എന്ന് വെച്ചാൽ ഇതിന് മുമ്പുള്ള ജംഗ്ഷനിൽ കളിച്ച് വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ ചിലതൊന്നും കളിക്കൂല കേട്ടോ. കുറച്ചൊക്കെ ഇവിടെ കളിക്കത്തുള്ളൂ. ഞങ്ങളിവിടെ കറക്റ്റ് ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു തെയ്യം ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ്. അപ്പോഴിതാ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ളൊരു തെയ്യം എന്താ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. കാണാൻ തന്നെ ഒരു ചേലായിരുന്നു ഗെയ്സ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചധികം സമയം ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുപാട് പേര് ഇവിടെ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് ശേഷം പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് ഫ്ലോട്ടാണ് കേട്ടോ. ഒരുപാട് ഫ്ലോട്ട് ഉണ്ടായിരുന്നു. ഒരു മൂന്നാലൊന്നും അല്ല, അതിൽ കൂടുതൽ ഫ്ലോട്ട് ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇതിതാ ശിവനും പാർവതിയൊക്കെ ഉള്ളൊരു ഫ്ലോട്ടായിരുന്നു. അങ്ങനെ ഇത് അതിൻ്റെ കുറച്ച് ലീലാവിലാസങ്ങളൊക്കെ ഉണ്ടല്ലോ കേസ്. ഇതുപോലെ കുറച്ച് ഇങ്ങനെയൊക്കെ കാണിക്കുമല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം ഇതുപോലെ ഒരു കൈകൊട്ടിക്കളി പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ചൊക്കെ അവിടെ നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നു വീണ്ടും ഒരു ഫ്ലോട്ടാണ്. ഇത് ഹനുമാൻ്റെ ഫ്ലോട്ടായിരുന്നു കേട്ടോ. ശ്രീരാമനും അങ്ങനെയൊക്കെ. അങ്ങനെ അതും ഇങ്ങനെ കുറച്ച് മുമ്പോട്ട് പോയിട്ടാണ് പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. കാരണം ഈ ലൈൻ കമ്പിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കത് പൊക്കാനും താക്കാനും ഒക്കെ പാടാണ്. അങ്ങനെ അപ്പോൾ അതൊരു സ്ഥലത്ത് ഇങ്ങനെ ഒതുക്കി അതിനെ പറ്റിയൊരു സ്ഥലത്ത് ഒതുക്കി നിർത്തിയിട്ടാണ് അതിൻ്റെ പ്രഹസനങ്ങൾ കാണിക്കുന്നത് ഗെയ്സ്. അപ്പോൾ ഇതാ ഹനുമാൻ തലയാട്ട എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിത് അതിൻ്റെ ഇടയ്ക്ക് ഒരു സെൽഫി പോസ്റ്റാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗെയ്സ്. അപ്പോൾ കേശുവിൻ്റെ കളിപ്പാട്ടം എല്ലാവരുടെ കയ്യിലും ഓരോ കളിപ്പാട്ടം വീതം ഉണ്ട്. കാരണം ഇതെല്ലാം വീട്ടിലെത്തിക്കണമല്ലോ. അപ്പോൾ ഇതാ നെക്സ്റ്റ് പൂക്ക അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് തൊട്ടടുത്ത ജംഗ്ഷനിൽ കളിച്ചതുകൊണ്ട് ഞങ്ങൾ നിന്ന സ്ഥലത്ത് കളിച്ചില്ല കേട്ടോ. അതങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്തത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഒരു ഇതിനെ പറഞ്ഞ ഒലക്ക ഡാൻസോ അങ്ങനെ എന്തോ ആയിരുന്നു സംഭവം. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം കരടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സമ്പാടിക്ക് ഒരു കൈയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കരടി. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു സംഭവം. അങ്ങനെ കരടി എല്ലാവരുടെയും തുള്ളി പോവുകയാണ്. അങ്ങനെ വന്നിട്ട് പെട്ടെന്നാണ് അമ്പാടിക്ക് വന്ന് കൈ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അതിന് ശേഷം ഈ ഒരു ഫ്ലോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ദേവിയുടെ ഇതൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ ഞങ്ങൾ ഇതിൽ നിന്ന് ഇങ്ങനെ ആസ്വദിച്ച് കാണുകയാണ്. എന്ന് വെച്ചാൽ ഒരുപാട് ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കൊച്ചിനും കുഞ്ഞമ്മയും കണ്ടിട്ടുണ്ടായിരുന്നു. അവരിതിൻ്റെ ഇടയ്ക്ക് എവിടെ പോവുകയാണോ എന്തോ എനിക്കറിയത്തില്ല ഗേസ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ പാവ വേഷങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതും കാണാനൊക്കെ നല്ല ചേലുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം ഈ കൊച്ചുങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമല്ലോ. നമുക്ക് കുറേ സമയം നമുക്ക് കല കഴിച്ച് പിന്നെ എന്നാലും നമ്മളിത് കാണുമ്പോൾ നമുക്കൊരു കൗതുകമായിട്ട് തോന്നാറുണ്ട്. ഞാനെന്ന് വെച്ചാൽ അധികം ഇങ്ങനെ ഘോഷയാത്രയൊന്നും കാണാൻ പോവാറില്ല. കുറച്ച് വിരലിലുണ്ടാവുന്ന സ്ഥലങ്ങളിൽ മാത്രമേ പോവാറുള്ളൂ. അതിലൊന്നാണ് ഇവിടെ എല്ലാ വർഷവും വരാറുണ്ട് ഘോഷയാത്ര കാണാൻ വേണ്ടിയിട്ട്. ഘോഷയാത്ര കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഉത്സവത്തിനായിട്ട് വരാറുണ്ട്. അങ്ങനെ ഇവിടെ ക്ലബ്ബിലെ പിള്ളേർക്കുള്ള കുറച്ച് കുറച്ചധികം ആഘോഷങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരിതവിടെ പൂക്കുറ്റി വയ്ക്കുന്നു, വെടിക്കെട്ട് വയ്ക്കുന്നു, എന്തൊക്കെയാണെന്ന് അറിയാൻ വയ്യ ഗെയ്സ്. കാരണം ഇത് അവരുടെ ഉത്സവമല്ലേ, അപ്പോൾ അവർ ആഘോഷിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫ്ലോട്ട് ഉണ്ടായിരുന്നു. ഇത് എനിക്കൊന്ന് മഹാവിഷ്ണുവിൻ്റെ ഫ്ലോട്ടായിരുന്നു കേട്ടോ. ഇത് മഹാവിഷ്ണു നല്ല എന്ന് വെച്ചാൽ നമ്മളെങ്ങ് കാണാത്ത രീതിയിലൊക്കെയുള്ള ഫ്ലോട്ടായിരുന്നു. അത്രയ്ക്കും വലുതായിരുന്നു ഗെയ്സ്. ഇത് കൊണ്ടുവരാൻ തന്നെ ഒരു ലോറിക്ക് തന്നെ അത്രയ്ക്ക് സ്പേസ് ഉള്ള ലോറിയിൽ മാത്രമേ ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റൂ. അത്രയ്ക്ക് വലുതായിരുന്നു. അതിനുശേഷം പല നിറത്തിലുള്ള ഹോളി പോലത്തെ പല നിറത്തിലുള്ള വെടിയും പുകയും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നും വേറെ എന്തൊക്കെയോ കലാരൂപങ്ങളും കലാരൂപങ്ങളല്ലാതെ എന്താകണമെന്ന് എനിക്ക് അറിയത്തില്ല ഗെയ്സ് പറയാൻ വേണ്ടിയിട്ട്. അത്രയ്ക്കും ഉണ്ടായിരുന്നത് ഇവിടെ. അതിനൊപ്പം ഘോഷയാത്ര അത് തന്നെ ഘോഷയാത്രയ്ക്കൊപ്പം ഇവിടെ അതിഗംഭീരമായ പ്രകടനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നേരത്തെ കണ്ട മഹാവിഷ്ണുവിനെ തിരിച്ച് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ട് പോവുകയാണ് ഗെയ്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ഈ ഒരു ഇതാണ് കേട്ടോ, ഫ്ലോട്ടായിരുന്നു. അങ്ങനെ ഇതും ഒക്കെ കണ്ടിട്ട് ഇതും കൂടെയൊക്കെ ഇപ്പോൾ ഏകദേശം അവസാനം ആയെന്ന് തോന്നുന്നു.
ഈ ഒരു ഘോഷയാത്രയും കൂടെ കഴിഞ്ഞപ്പോൾ പിന്നെ DJ വണ്ടി ഉണ്ടായിരുന്നു. മെയിനായിട്ടുള്ള ഐറ്റമാണ് അവിടെയുള്ള എല്ലാ ആൾക്കാരും ഈ DJ വണ്ടിയുടെ കൂടെയായിരുന്നു കേസ്. കാരണം ഒരു അടിച്ച് തിമിർത്ത് പാട്ടൊക്കെ ഇട്ട് അവർ കളിച്ചൊരു വൈബായിരുന്നു കേട്ടോ. കാണാനായിട്ട് തന്നെ ഒരു ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കളിക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് ജനമായിരുന്നു. കളിക്കാനൊന്നുള്ള സ്ഥലം അവിടെ ഇല്ലായിരുന്നു, അത്രയ്ക്ക് ജനവും വൈബ് എന്ന് വെച്ചാൽ എല്ലാ പിള്ളേർ സെറ്റ് ഫുള്ള് ഇതിൻ്റെ പിറകേന്നായിരുന്നു. എൻ്റെ ഇത് കാണാനും നല്ല ഭംഗിയുണ്ട്. നല്ല ഒന്നൊന്നര ചിലവായിട്ടുള്ളൊരു DJ വണ്ടി ആയിരുന്നു കേട്ടോ ഇതെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു. പിന്നെ പോപ്പറും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് അവന്മാരിതാ ഉല്ലസിച്ച് പോവുകയാണ്. അപ്പോൾ ഇതാ വീഡിയോ ഇത് ഇത്രയേ ഉള്ളൂ. ഇതാണ് ഘോഷയാത്രയുടെ ലാസ്റ്റ് എന്ന് തോന്നുന്നു കേട്ടോ. DJ വണ്ടിയായിരുന്നു ഘോഷയാത്രയുടെ ലാസ്റ്റ് ഭാഗം. അപ്പോൾ ഇതാ ഈ ഉത്സവത്തിൻ്റെ ഓരോ സീരീസ് ഞാൻ ഷോർട്സ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിൽ കയറി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക ഗെയ്സ്. അപ്പോൾ ഞങ്ങളിതാ ഉത്സവമൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു സാധനം നമ്മൾ ഏത് ഉത്സവപ്പറമ്പിൽ പോലും കാണും. നമ്മളെ ഈ ഹൈഡ്രജൻ ബലൂൺ പോലത്തെ ഇതിൻ്റെ പല ഐറ്റംസ് ഉണ്ടല്ലോ, ലിറ്റിൽ കൃഷ്ണ, അതുപോലെ തന്നെ നമ്മുടെ പൂച്ച, അങ്ങനെ പല രൂപത്തിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ ഗെയ്സ്. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരികെ വരുന്ന വഴിക്ക് പിന്നെ കോളിഫ്ലവർ ഒന്നും കഴിക്കാതെ പോയ എന്തുട്ടല്ലേ ഉത്സവം. അപ്പോൾ എനിക്കിത് എന്തെങ്കിലും ഈ കോളിഫ്ലവറൊക്കെ കഴിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ തോന്നാറുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഓക്കെ, സീ യു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, ബൈ.